നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും അധികം വിഷാദ രോഗികളുള്ള രാജ്യം ഇന്ത്യയാണ്. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ ഏതാണ്ട് 6.5% ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇത്രയും അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മാനസികാരോഗ്യം എന്ന വിഷയത്തെ നമ്മൾ എത്ര അപ്രധാനമായിട്ടാണ് കാണുന്നത് എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്നത്. വിഷാദരോഗത്തെ തുടർന്ന് ഒരാഴ്ച ലീവ് ചോദിച്ച കോളേജ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള കടലാസുകൾ ഹോസ്റ്റലിൽ കാണിച്ചെങ്കിലും അവയെല്ലാം വ്യാജമാണെന്ന് ആരോപിച്ചായിരുന്നു ഹോസ്റ്റൽ അധികൃതരുടെ നടപടി. ഭോപ്പാലിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥിനിക്കാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. മാനസികമായ അസ്വസ്ഥതകളെ തുടർന്ന് ഡോക്ടറെ കണ്ടപ്പോഴാണ് മോഡറേറ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന അവസ്ഥയാണ് തനിക്ക് ഉള്ളത് എന്ന് വിദ്യാർത്ഥി തിരിച്ചറിയുന്നത്. തുടർന്ന് ഒരാഴ്ചത്തേക്ക് ലീവിന് വേണ്ടി അപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ലീവ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ച ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് വ്യാജമാണെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിനിയോട് ഹോസ്റ്റൽ കാലിയാക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഹോസ്റ്റലിലേക്ക് ഉടൻ എത്തണമെന്നും ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ നിന്നും നൽകിയ സർട്ടിഫിക്കറ്റിൽ എന്തോ ഒപ്പ് കാണുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ വ്യാജമാണെന്ന് വാദിച്ചത്. ഇത് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച അശ്രദ്ധയായിരുന്നു. വൈകാതെ ഇത് പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഹോസ്റ്റൽ അധികൃതർ കൂട്ടാക്കിയില്ല. അവർ വിദ്യാർത്ഥിനിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി മകൾ വ്യാജ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നുവെന്നും ഇത് പോലീസിൽ അറിയിക്കണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥിനിയെ പുറത്താക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ കീഴിലുള്ള വിനി നികേതൻ ഹോസ്റ്റലിനെതിരായി വന്നിരിക്കുന്നത്. നമ്മുടെ മക്കളും നാടും വീടും വിട്ട് വിദ്യാഭ്യാസത്തിനും നല്ലൊരു ജോലി നേടുവാൻ വേണ്ടിയും പല സ്ഥലങ്ങളിലും ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്നവരുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണ് ഇവർ അനുഭവിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും വരുന്ന കുട്ടികൾ തൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഇതൊന്നും പറയാറില്ല. പലപ്പോഴും മാനസികമായ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുവന്ന് മാനസിക പ്രശ്നങ്ങളിൽ എത്തുമ്പോഴാണ് ഇത് പലപ്പോഴും വീട്ടുകാർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നേരിട്ട് തന്നെ പോയി അറിയേണ്ടതാണ്.